കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവികതയും നിഷ്കളങ്കതയും ഒന്നായി കലർന്ന ഒരു രൂപം, അത് തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഗോകുലത്തിൻ്റെ ഓരോ വഴിയിലും ഓരോ മനസ്സിലും സുഖവും ചിരിയും നിറച്ച് ഓടി നടക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കളികളും ചിരിയും ഒരുപാട് അത്ഭുത ലീലകളും കൊണ്ട് നിറഞ്ഞതാണ് ഗോകുലം. കാലങ്ങളായിട്ട് ഭഗവാന്റെ ഈ ലീലകൾ നമ്മൾ ഭക്തരുടെ ഹൃദയത്തെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃഷ്ണ ബാലലീലകളുടെ ലോകത്തേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ സ്നേഹവും കാരുണ്യവും കളിച്ചിരികളും ഒപ്പം ഭക്തനെ രക്ഷിക്കുന്ന ദൈവലീലകളും ചെറിയ ചെറിയ കഥകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏവർക്കും ഉണ്ണിക്കണ്ണൻ്റെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. കൃഷ്ണ ബാലലീല എന്ന സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ബാലലീല സീരീസിലെ ആദ്യ എപ്പിസോഡാണത്. കണ്ണൻ്റെ ബാലലീലകൾ നിഷ്കളങ്കതയും ദൈവികതയും നിറഞ്ഞ ചെറിയ കഥകൾ ഇനി ഓരോ എപ്പിസോഡുകളായിട്ട് എത്തുന്നതാണ്. വെണ്ണ മോഷ്ടിച്ച കണ്ണനെ നോക്കാം. ഗോകുലത്തിലെ ഓരോ വീട്ടിലും ഒരു പേരാണ്. എല്ലാവരും ഭയത്തോടും സ്നേഹത്തോടും കൂടി പറഞ്ഞിരുന്നത് മക്കൻ ചോർ കണ്ണൻ, വെണ്ണക്കള്ളൻ. സ്വന്തം വീട്ടിൽ യശോദാമ്മ എത്രയോ തവണ വെണ്ണപ്പാത്രം അടച്ച് ഉയരത്തിൽ കെട്ടിത്തൂക്കിയാലും നമ്മുടെ കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാലും അത് എടുക്കാനുള്ള വഴിയുണ്ടാക്കും. ഒരു ദിവസം ഉണ്ടല്ലോ, ഗോകുലത്തിലെ ഗോപികമാർ വെണ്ണപ്പാത്രം മരം കൊണ്ടുള്ള ഒരു ഉയർന്ന തൂണിൽ കെട്ടിയിട്ട് ഇനി ഉണ്ണിക്കണ്ണൻ എങ്ങനെ എടുക്കുമെന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. നല്ല ഉയരത്തിലായിരുന്നു വെണ്ണക്കൂട ഉള്ളത്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ കൂട്ടുകാർക്കൊപ്പം എത്തിയിട്ട് ഒരാളുടെ ചുമലിൽ കയറി മറ്റൊരാൾ പിടിച്ചു നിർത്തി. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏറ്റവും മുകളിലോട്ട് കയറിയിട്ട് വെണ്ണപ്പാത്രം തുറന്നു. എന്നിട്ട് ഓരോ കലമായിട്ട് എടുത്ത് താഴോട്ട് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന കൂട്ടുകാർ അത് ചുറ്റിലും വെച്ചു. എന്നിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ താഴോട്ട് ഇറങ്ങി. എല്ലാ കൂട്ടുകാരും ഒരുമിച്ചിരുന്നിട്ട് വെണ്ണ കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ കഴിക്കുന്ന കാഴ്ച കണ്ട ഗോപികമാരെ ശകാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൃഷ്ണൻ്റെ പുണ്യ പുഞ്ചിരി കണ്ടപ്പോൾ അവരുടെ കോപം അങ്ങനെ ഉരുകിപ്പോയി. കാരണം എന്താണെന്നോ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ മോഷ്ടിച്ചത് വെണ്ണ മാത്രമല്ല, അവരുടെ ഹൃദയവും തന്നെയായിരുന്നു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ നിഷ്കളങ്കതയും ദൈവീക ചിരിയും ഗോകുലത്തെ മുഴുവൻ സ്നേഹത്തോടെ നിറച്ചിരിക്കുകയാണ്. ഇപ്രകാരം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഗോകുലം മുഴുവനും വെണ്ണയും കഴിച്ച് കുസൃതി കാട്ടി ഓടി നടക്കുകയാണ്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ബാലലീലകൾ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.